പെരുമ്പാവൂരിൽ വൻ ലഹരിവേട്ട. വിപണിയിൽ 18 കോടി രൂപ വില വരുന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. കേസിൽ മൊത്ത വിൽപ്പനക്കാരൻ ആയുഷും ഭാര്യ അനിഖയും പിടിയിലായി. ഇയാൾക്ക് ലഹരി എത്തിച്ചയാൾക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ്. കൊച്ചി റേഞ്ച് ഐജി രതീഷ് ചന്ദ്രയാണ് ഇത് നേതൃത്വത്തിലാണ് ഇത് പിടിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു 1.5 kg ആണ്. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. പിന്നീട് ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ സോഴ്സ്, സ്റ്റോറേജ് ഇങ്ങനെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഇനി 16.5 kg ഈ ഒരു ഹൈബ്രിഡ് ഗാഞ്ച കിട്ടിയതാണ്. സോ ടോട്ടൽ 18 കിലോ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഹൈബ്രിഡ് ഹൈഡ്രോ ഗാഞ്ച ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. മുഹമ്മദ് സ്വാലിഹ് വിവരങ്ങളുമായി ചേരുന്നു. മുഹമ്മദ് സ്വാലിഹ്, ഇതൊരു വലിയ വേട്ടയാണ്. 18 കോടിയുടെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വേട്ടയല്ലേ? അന്താരാഷ്ട്ര ബന്ധമുള്ള കഞ്ചാവ് വേട്ടയാണ്, ലഹരി വേട്ടയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത്. 18 കിലോ എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് കഞ്ചാവിന് 18 കോടി രൂപ അന്താരാഷ്ട്ര വിപണിയിൽ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മാറമ്പള്ളിയിലെ പള്ളിപ്രംകരയിൽ കുന്നുവഴി ഭാഗത്ത് വാഹന പരിശോധനയ്ക്കിടെയാണ് ആദ്യം 1.5 കിലോ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. ഒരു ബൈക്ക് യാത്രക്കാരിൽ നിന്നാണ് ഇങ്ങനെ കഞ്ചാവ് പിടികൂടിയത്. പിന്നീട് ഇവരുടെ ഫ്ളാറ്റിൽ നടത്തിയ വലിയ തിരച്ചിലിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കൂടുതൽ 16 കിലോ കൂടി പിടികൂടിയത്. ഇപ്പോൾ ആയുഷ് എന്ന 39-കാരനായ അഴീക്കൽ സ്വദേശിയും ഞാറക്കൽ സ്വദേശിയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ അനിക എന്ന സ്ത്രീയുമാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇത് മലേഷ്യയിൽ നിന്ന് എത്തിച്ചതാണ് എന്നതാണ് സൂചന. ഇവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച ആളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾക്കായി കൂടുതൽ അന്വേഷണം തുടരുകയാണ്. അജിംസ്.